ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഷെറിൻ PSC ടിപ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തീർത്തത് സഹോദരൻ അയ്യപ്പനെ കുറിച്ചാണ്. എല്ലാവരും കൂടെ പഠിച്ചു വരുന്നുണ്ടെന്ന് കരുതുന്നു. നമുക്കിപ്പോഴേ തുടങ്ങിയാലാണ് കേട്ടോ ഓരോരോ ഭാഗങ്ങൾ ഫുള്ളായി പഠിച്ചു തീർത്ത് എക്സാം ആകുമ്പോഴേക്ക് ഫുൾ റിവിഷൻ ചെയ്ത് നമുക്ക് സെറ്റ് ആവാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാം അല്ലെങ്കിൽ വലിച്ചു വാരി അവിടെ നിന്നൊക്കെ പഠിച്ച് നമുക്ക് എക്സാമിന് കറക്റ്റായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എല്ലാവരും കൂടെ പഠിച്ചു വരിക. നിങ്ങളുടെ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, ലിങ്കൊക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പണ്ഡിറ്റ് KP കറുപ്പനെ കുറിച്ചാണ്. പണ്ഡിറ്റ് KP കറുപ്പനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അദ്ദേഹം ജനിച്ചത് 1885 മെയ് 24-നാണ്. 1885 മെയ് 24-നാണ് പണ്ഡിറ്റ് KP കറുപ്പൻ ജനിച്ചത്. അദ്ദേഹം ജനിച്ച സ്ഥലം എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ എന്ന സ്ഥലത്താണ്. എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ എന്ന സ്ഥലത്താണ് പണ്ഡിറ്റ് KP കറുപ്പൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം ശങ്കരൻ എന്നായിരുന്നു. ബാല്യകാല നാമം ശങ്കരൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കണ്ടത്തിപ്പറമ്പിൽ പാപ്പു കറുപ്പൻ. കണ്ടത്തിപ്പറമ്പിൽ പാപ്പു കറുപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം അരയ കുടുംബത്തിലാണ് ജനിച്ചത്. അരയ കുടുംബം ഇല്ലെന്ന് വെച്ചാൽ ഈ മത്സ്യം പിടിക്കാൻ പോകുന്ന അങ്ങനെയുള്ള തീരദേശത്ത് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ. അപ്പോൾ അദ്ദേഹം അതുപോലെ തന്നെ ഒരു അരയ കുടുംബത്തിലാണ് ജനിച്ചത്. അവരുടെ സമുദായം ധീവര സമുദായമായിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഗുരു അഴീക്കൽ വേലു വൈദ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരു അഴീക്കൽ വേലു വൈദ്യൻ. പണ്ഡിറ്റ് KP കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിപ്പിച്ച് നൽകിയത് മംഗലപ്പിള്ളി കൃഷ്ണൻ ആശാനായിരുന്നു. പണ്ഡിറ്റ് KP കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിപ്പിച്ച് നൽകിയത് മംഗലപ്പിള്ളി കൃഷ്ണനാശാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വസതി അറിയപ്പെടുന്നത് സാഹിത്യ കുടീരം എന്നാണ്. PYQ ആണ്. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ വസതി അറിയപ്പെടുന്നത് സാഹിത്യ കുടീരം എന്നാണ്. അദ്ദേഹം സാഹിത്യത്തിലൂടെ സമുദായ പരിഷ്കരണം നടത്തി. തൻ്റെ രചനകളിലൂടെയാണ് അദ്ദേഹം കൂടുതലും സാമൂഹിക പരിഷ്കാരങ്ങൾ നടത്തിയത്. ഇനി അദ്ദേഹം അറിയപ്പെടുന്ന കുറച്ച് വിശേഷണങ്ങളുണ്ട്, നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നുള്ള ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകനായ നായകനാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അതുപോലെ തന്നെ കൊച്ചി രാജ്യത്ത് നിന്നുള്ള ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അദ്ദേഹം കവി തിലകൻ എന്നും സാഹിത്യ നിപുണൻ എന്നും അറിയപ്പെടുന്നു. കവി തിലകൻ എന്നും സാഹിത്യ നിപുണൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവാണ്. കൊച്ചി മഹാരാജാവാണ് അദ്ദേഹത്തെ കവി തിലകൻ എന്നും സാഹിത്യ നിപുണൻ എന്നും വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തെ വിദ്വാൻ എന്ന് വിശേഷിപ്പിച്ചത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. അദ്ദേഹത്തെ വിദ്വാൻ എന്ന് വിശേഷിപ്പിച്ചത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. അദ്ദേഹം അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം അരയ സമാജം സ്ഥാപിച്ചത് 1907-ലാണ്. അദ്ദേഹം അരയ സമാജം സ്ഥാപിച്ചത് 1907-ലാണ്. അദ്ദേഹം സാമൂഹിക മാറ്റത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ രൂപവൽക്കരിച്ച പ്രാദേശിക കൂട്ടായ്മയാണ് സഭ. സാമൂഹിക മാറ്റത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ രൂപവൽക്കരിച്ച പ്രാദേശിക കൂട്ടായ്മയാണ് സഭ. അദ്ദേഹം സ്ഥാപിച്ച കുറച്ച് സഭകളുണ്ട്. അത് നമുക്കൊന്ന് ഓരോന്നും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കുറേയുള്ള കാര്യം നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സ്ഥാപിച്ച സഭകളും അതെവിടെയാണ്, ഏത് സ്ഥലത്താണ് സ്ഥാപിച്ചതെന്നാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. ഒന്ന് കല്യാണദായിനി സഭ അദ്ദേഹം സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരും അതുപോലെ ആനാപ്പുഴയുമായിരുന്നു. കല്യാണദായിനി സഭ സ്ഥാപിച്ചത് ആനാപ്പുഴയിലും കൊടുങ്ങല്ലൂരുമായിരുന്നു. 2 ജ്ഞാനോദയം സഭ, അത് സ്ഥാപിച്ചത് ഇടക്കൊച്ചിയിലാണ്. 3 സുധർമ്മ സൂര്യോദയ സഭ, അത് തേവരയിലാണ് സ്ഥാപിച്ചത്. 4-മത്തെയാണ് വാല സമുദായ പരിഷ്കരണി സഭ, അത് തേവരയിലാണ് അദ്ദേഹം സ്ഥാപിച്ചത്. വാല സേവാ സമിതി സ്ഥാപിച്ചു, അത് വൈക്കത്താണ് 1910. വാല സേവാ സമിതി വൈക്കത്താണ് സ്ഥാപിച്ചത് 1910. പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂരിലാണ് സ്ഥാപിച്ചത്. അതുപോലെ തന്നെ സമുദായ സേവിനി സഭ വടക്കൻ പറവൂരിൽ തന്നെയാണ്. അരയ വംശോധരണി സഭ ഏങ്ങണ്ടിയൂർ അദ്ദേഹം സ്ഥാപിച്ചു. സന്മാർഗ പ്രദീപ സഭ കുമ്പളത്ത് അദ്ദേഹം സ്ഥാപിച്ചു. ഒന്നും കൂടി പറയാം. കല്യാണി ദായിനി സഭ
ആനപ്പുഴ കൊടുങ്ങല്ലൂർ, ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി, സുധർമ്മ സൂര്യോദയ സഭ തേവര, ബാലസമുദായ പരിഷ്കരണി സഭ തേവര, ബാലസേവാ സമിതി വൈക്കം, പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ, സമുദായ സേവിനി സഭ വടക്കൻ പറവൂർ, അരയ വംശോദ്ധരണി സഭ ഏങ്ങണ്ടിയൂർ, സന്മാർഗ പ്രദീപ സഭ കുമ്പളം. ഇങ്ങനെയാണ് അദ്ദേഹം സ്ഥാപിച്ച സഭകളുടെ പേരുകളും അത് സ്ഥാപിച്ച സ്ഥലങ്ങളും കേട്ടോ. 1913 കൊച്ചിയിൽ വെച്ച് നടന്ന കായൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് KP കറുപ്പനാണ്. ഇത് PYQ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, നോട്ട് ചെയ്യുക. 1913 കൊച്ചിയിൽ വെച്ച് നടന്ന കായൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അദ്ദേഹം 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചു. 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചു. അദ്ദേഹം 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു. 1925 കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു. 3 വർഷം അദ്ദേഹം തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന് കൊച്ചി നാട്ടുഭാഷ സൂപ്രണ്ട് പദവി നൽകി ആദരിച്ചത് 1931 കൊച്ചി നാട്ടുഭാഷ സൂപ്രണ്ട് പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചത് 1931. അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതയാണ് സ്തോത്രമന്ദാരം. ഇത് PYQ ആണ്. പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച ആദ്യ കവിതയാണ് സ്തോത്രമന്ദാരം. അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയെയും ജാതി വ്യവസ്ഥയെയും വിമർശിച്ചു കൊണ്ടുള്ള പുസ്തകമാണ് ജാതിക്കുമ്മി. അതും PYQ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച ജാതിക്കുമ്മി തൊട്ടുകൂടായ്മയെയും ജാതി വ്യവസ്ഥയെയും വിമർശിച്ചു കൊണ്ടിട്ടുള്ള ഒരു കൃതിയാണ് കേട്ടോ. ഇനി അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. ആ കാലത്ത് നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടാൻ ആളുകൾക്ക് പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. ഇനി ജാതീയ ഉച്ചനീചത്വങ്ങൾക്ക് എതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളാണ് ഉദ്യാന വിരുന്നും ജാതി കലേശവും. ജാതീയ ഉച്ചനീചത്വങ്ങൾക്ക് എതിരെ ജനവികാരം വളർത്തുന്നതിൽ അദ്ദേഹത്തെ സഹായിച്ച അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളാണ് ഉദ്യാന വിരുന്നും ജാതി കലേശവും. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. സമാധി സങ്കല്പം എന്നും അതിൻ്റെ വേറൊരു പേര് മറ്റു ബുക്കുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലങ്കാമർദ്ദനം, ശാകുന്തളം വഞ്ചിപ്പാട്ട്, ലളിതോപഹാരം കിളിപ്പാട്ട്, എഡ്വേർഡ് വിജയം. ഈ എഡ്വേർഡ് വിജയം എന്നുള്ളത് ഒരു നാടകമാണ് കേട്ടോ. അതുപോലെ പഞ്ചവടി, അതും ഒരു നാടകമാണ്. ആചാരഭൂഷണം, ഉദ്യാന വിരുന്ന്, സമാധി സപ്താഹം, ജാതിക്കുമ്മി. ഇതിൽ സമാധി സപ്താഹവും ജാതിക്കുമ്മിയും ഉദ്യാന വിരുന്നും അതുപോലെ തന്നെ ആചാരഭൂഷണമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്യുക. ഒന്നും കൂടെ പറയാം. ലങ്കാമർദ്ദനം, ശാകുന്തളം വഞ്ചിപ്പാട്ട്, ലളിതോപഹാരം കിളിപ്പാട്ട്, എഡ്വേർഡ് വിജയം, പഞ്ചവടി, ആചാരഭൂഷണം, ഉദ്യാന വിരുന്ന്, സമാധി സപ്താഹം, ജാതിക്കുമ്മി. അദ്ദേഹം ഫ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് മരിക്കുകയാണ് ഉണ്ടായത് 1938 മാർച്ച് 23. 1938 മാർച്ച് 23 അദ്ദേഹം ഫ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് മരിക്കുകയാണ് ഉണ്ടായത്. അത് ചോദിച്ചിട്ടുള്ളതാണ്, നോട്ട് ചെയ്യാട്ടോ. ഇനി പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 2013 മുതൽ ആണ്. പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 2013 മുതൽ ആണ്. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ച വ്യക്തി സുഗതകുമാരിയാണ്. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ച വ്യക്തി സുഗതകുമാരി. അപ്പോൾ ഇത്രയാണ് നമുക്ക് പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചുള്ള കാര്യങ്ങൾ. നമുക്കൊന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. അദ്ദേഹം ജനിച്ചത് 1885 മെയ് 24 എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം ശങ്കരൻ എന്നായിരുന്നു. മുഴുവൻ പേര് കണ്ടത്തിപ്പറമ്പിൽ പാപ്പു കറുപ്പൻ എന്നാണ്. അദ്ദേഹം അരയ കുടുംബത്തിൽ
കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഗുരു അഴീക്കൽ വേലു വൈദ്യനായിരുന്നു. അദ്ദേഹത്തിന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിപ്പിച്ച് നൽകിയത് മംഗലപ്പിള്ളി കൃഷ്ണൻ ആശാനാണ്. അദ്ദേഹത്തിൻ്റെ വസതി അറിയപ്പെടുന്നത് സാഹിത്യ കുടീരമെന്നാണ്. സാഹിത്യത്തിലൂടെ സമുദായ പരിഷ്കരണം നടത്തിയ വ്യക്തിയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കൊച്ചി രാജ്യത്തു നിന്നുള്ള ആദ്യ സാമൂഹിക പരിഷ്കർത്താവാണ് അദ്ദേഹം. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. കവി തിലകൻ എന്നും സാഹിത്യ നിപുണൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ച വ്യക്തി കൊച്ചി മഹാരാജാവാണ്. ഇനി വിദ്വാൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അദ്ദേഹം അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം അരയ സമാജം സ്ഥാപിച്ചത് 1907 സാമൂഹിക മാറ്റത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ രൂപവൽക്കരിച്ച പ്രാദേശിക കൂട്ടായ്മ സഭ എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹം കുറേ സഭകൾ സ്ഥാപിക്കുകയുണ്ടായി. കല്യാണിധായിനി സഭ, ജ്ഞാനോദയം സഭ, സുധർമ്മ സൂര്യോദയ സഭ, ബാലസമുദായ പരിഷ്കരണി സഭ, ബാലസേവാ സമിതി, പ്രബോധ ചന്ദ്രോദയ സഭ, സമുദായ സേവിനി സഭ, അരയ വംശോദ്ധരണി സഭ, സന്മാർഗ പ്രദീപ സഭ, ഇങ്ങനെ കുറച്ചധികം സഭകൾ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. ഇനി 1913 കൊച്ചിയിൽ വെച്ച് നടന്ന കായൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനായിരുന്നു. അദ്ദേഹം 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം തുടർച്ചയായി 3 വർഷവും തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് കൊച്ചി നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി നൽകി ആദരിച്ചത് 1931 അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ് സ്തോത്രമന്ദാരം. അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയെയും ജാതി വ്യവസ്ഥയെയും വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ജാതിക്കുമ്മി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ അദ്ദേഹത്തെ സഹായിച്ച പ്രധാന രചനകളാണ് ഉദ്യാന വിരുന്നും ജാതി കലേശവും. എതിരെ ജനവികാരം വളർത്തുന്നതിന് വേണ്ടി അദ്ദേഹം രചിച്ച രചനകളാണ് ഉദ്യാന വിരുന്നും ജാതി കലേശവും. അതുപോലെ തന്നെ ചട്ടമ്പിസ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. ഇനി അദ്ദേഹം രചിച്ച കൃതികളൊന്ന് നോക്കാം. ലങ്കാമർദ്ദനം, ശാകുന്തളം വഞ്ചിപ്പാട്ട്, ലളിതോപഹാരം കിളിപ്പാട്ട്, എഡ്വേർഡ് വിജയം, പഞ്ചവടി, ആചാരഭൂഷണം, ഉദ്യാനവിരുന്ന്, സമാധി സപ്താഹം, ജാതിക്കുമ്മി. ഇനി പ്ലൂറസി എന്ന ശ്വാസകോശം രോഗം ബാധിച്ച് അദ്ദേഹം 1938 മാർച്ച് 23 മരണപ്പെട്ടു. പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 2013 മുതലാണ്. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ച വ്യക്തി സുഗത കുമാരിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പണ്ഡിറ്റ് കെ പി കറുപ്പനെ കുറിച്ച് പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും കൂടെ പഠിച്ചു വരിക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു വ്യക്തിയുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.